ഇത്ര നേരമായി ഞാൻ കാത്തു കാത്തു നിൽപ്പൂ ഒന്നിങ്ങു നോക്കുമോ വാർതിങ്കളേ. എത്ര നേരമായി ഞാൻ കാത്തു കാത്തു നിൽപ്പൂ ഒന്നിങ്ങു നോക്കുമോ വാർതിങ്കളേ. പിണങ്ങരുതേ ആരുതേ ആരുതേ പുലരാറായി തോഴി. എത്ര നേരമായി ഞാൻ കാത്തു കാത്തു നിൽപ്പൂ ഒന്നിങ്ങു നോക്കുമോ വാർതിങ്കളേ. മിൺമാളികയിൽ വാഴുമ്പോഴും ആമ്പലിനോടു നീ ഇണങ്ങിയില്ലേ. മിൺമാളികയിൽ വാഴുമ്പോഴും ആമ്പലിനോടു നീ ഇണങ്ങിയില്ലേ. ചന്ദ്രികയോളം വളരുമ്പോഴും രമണന്റെ കൂടെ ഇറങ്ങിയില്ലേ. വാർമുകിലിൻ പൂങ്കുടിലിൽ മിണ്ടാതെ നീ ഒളിഞ്ഞതെന്തേ. എത്ര നേരമായി ഞാൻ കാത്തു കാത്തു നിൽപ്പൂ ഒന്നിങ്ങു നോക്കുമോ വാർതിങ്കളേ. വെറുതെ നീയും പരിഭവരാവിൻ മുഖപടമോടെ മറയരുതേ. വെറുതെ നീയും പരിഭവരാവിൻ മുഖപടമോടെ മറയരുതേ. വൃശ്ചികക്കാറ്റിൻ കുളിരും ചൂടേ ഈ മുഗ്ധരാവിൽ ഉറക്കമായോ. എഴുന്നേൽക്കൂ ആത്മസഖി, എതിരേൽക്കാൻ ഞാൻ അരികിലില്ലേ. എത്ര നേരമായി ഞാൻ കാത്തു കാത്തു നിൽപ്പൂ ഒന്നിങ്ങു നോക്കുമോ വാർതിങ്കളേ. പിണങ്ങരുതേ ആരുതേ ആരുതേ പുലരാറായി തോഴി. എത്ര നേരമായി ഞാൻ കാത്തു കാത്തു നിൽപ്പൂ ഒന്നിങ്ങു നോക്കുമോ വാർതിങ്കളേ. ശ്രീഹരി, എന്തോ എത്ര നേരമായി നീ കാത്തു കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ പുലർച്ചെ വന്നതാ. ഓക്കെ, ശരത് സാർ. ചക്കരെ സുഖാണോ നിനക്ക്? സുഖം സുഖം സുഖം.
മോനെ ഇത് ഒന്നിങ്ങ് നോക്കുമോ അതൊക്കെ മോന് ഷാർപ്പായിട്ടുണ്ട്. മോനെ അത് മനസ്സിലായോ? ആദ്യം പാടിയപ്പം ആ ഒരു ആലിബില്ലേ അത് പാടിയപ്പോ കൂടുതൽ അങ്ങോട്ട് മായിലാണ് പിടിച്ചോണ്ട് നിന്നത്. അത് മോന് മനസ്സിലായോ? ആ ചെറിയൊരു പിച്ചോട്ട് തോന്നി. അടാ ചെറുത് മതിയെന്ന്. ഇപ്പൊ പിച്ചോട്ട് ഒന്നിങ്ങ് നോക്കുമോ അങ്ങനെ ഒരിക്കലും പിച്ചോട്ട് വരത്തില്ലല്ലോ. തൊട്ടടുത്തൊക്കെ കാണത്തുള്ളൂ. അപ്പൊ അത് മോനെ അത് മനസ്സിലായോന്നാ ചോദിച്ചത്. വെരി ഗുഡ് റാ, വെരി ഗുഡ്. അതുപോലെ നീ എന്താ ഈ വാർത്തകളുടെ പകരം പറയുന്നത്? എന്താണ് അതിന് പകരം പറയുന്നത്? ഒന്ന് പാടിക്കാൻ നോക്കുമോ അതോട്ട് പാടിക്കേ. നിങ്ങൾ പറയട്ടോ എന്താ കേക്കണേന്ന്. ഒന്നിങ്ങു നോക്കുമോ വാർതിങ്കളേ. തിങ്കളല്ലേ കേക്കണേ? ദാ അല്ലേ മോനെ? തിങ്കളാണ്. വാർത്തിങ്കളെ. തത്തയുടെ താ. ഡബിൾ താ. ഡബിൾ സിംഗിൾ താ. വാർത്തിങ്കളെ. വാർത്തെടുത്തു തിങ്കളാണ്. വാർത്തിങ്കളെ പറഞ്ഞടാ. വാർതിങ്കളെ. വാർതിങ്കളെ. ആ തീ കേക്കണേ. വാർതിങ്കളെ. അത്രേ ഉള്ളൂ. അത് പുലരാറായി തോഴി. തൂഴി എന്നാ കേക്കുന്നത് മോനെ. അത് തോഴിന്ന് പറ. തോഴി. തോഴി. ആ തോഴി. ആ തൂഴി. തൂഴി അല്ലടാ തോഴി. തോഴി. ആ തോഴി. ആ കോഴി എന്നൊക്കെ പറയുന്നവനാ. കോഴി ഇങ്ങനെ കാണിച്ചേ സാറ്. കോഴി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ച് ഷാനിക്കാനെ നോക്കി. അത് കോഴിയൊന്നുമല്ല, അത് ഓസ്ട്രിച്ച്. അങ്ങനെ നോക്കാനാണെങ്കിൽ മക്കളെ എന്തോ അതുപോലെ ആ അനുപല്ലവിയുടെ തുടക്കം ഒന്ന് പാടാമോ? വിൺമാളികയിൽ വാഴുമ്പോഴും ആമ്പലിനോടു നീ ഇണങ്ങിയില്ലേ. മതി. അതിനൊരു ക്ലാരിറ്റി കുറച്ചും കൂടെ ആവാം കേട്ടോ. നീ ഒന്ന് പാടുവോ ഇതിന്റെ ചലനത്തിന്റെ അനുപല്ലവിയുടെ എൻഡ്? മിണ്ടാതെ നീ ഒളിഞ്ഞതെന്തേ. പോന്നതിനൊരു ക്ലാരിറ്റി വേണം മോനെ. അത് ഏത് നോട്ട്സ് ആണെന്നുള്ളതും അത് പക്കാ ശ്രുതിയിലും ആണെങ്കിലും അത് വർക്കൗട്ട് ആകത്തുള്ളൂ. അതുകൊണ്ടാ ഒന്നുകൂടെ പാടാമോ? മിണ്ടാതെ നീ ഒന്നുകൂടെ ശ്രുതിയാ കേട്ടിട്ട്. മിണ്ടാതെ നീ ഒളിഞ്ഞതെന്തേ. ആ ശ്രുതി നോക്കിയാണ് കേട്ടോ. ഒരു ഇച്ചിരി ഷാർപ്പാണ് മക്കള്. പക്ഷെ എനിക്ക് എന്തൊക്കെ നല്ല പാട്ട് മോനെ. ബ്യൂട്ടിഫുൾ സോങ്. പക്ഷെ എന്ത് രസമാണ് അതിന്റെ ഓരോ ഫ്രേസും കേൾക്കാൻ. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു സർ. ശരത് സാർ ഇവന് ഇവിടെ ഇങ്ങനെ നിക്കണേ ഉള്ളൂ. നല്ല അസലായിട്ട് നാടൻ പാട്ട് പാടും. ആണോ? ആ പുറത്തൊക്കെ ഷോസ് ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടാ ചെയ്യാ. അയ്യേ മക്കളെ ഒരു നാടൻ പാട്ട് കേൾക്കാം. ഒന്നാനാം നല്ലൊരിളങ്കവുങ്ങ് അങ്ങനെ ഇല വിരിഞ്ഞാടണ പാക്കവുങ്ങിൻ തല പൂത്ത പിന്നെ പൂവൊന്നും ഞമ്മൾ കാണൂല. ഒന്നാനാം നല്ലൊരിളങ്കവുങ്ങ് അങ്ങനെ ഇല വിരിഞ്ഞാടണ പാക്കവുങ്ങിൻ തല പൂത്ത പിന്നെ പൂവൊന്നും ഞമ്മൾ കാണൂല. ഒന്നാനാം നല്ലൊരിളങ്കവുങ്ങ് അങ്ങനെ ഇല വിരിഞ്ഞാടണ പാക്കവുങ്ങിൻ തല പൂത്ത പിന്നെ പൂവൊന്നും ഞമ്മൾ കാണൂല. അതൊക്കെയല്ല പാത്തൂന്റെ മോളാണ് നല്ല കാണാനഴകുള്ള ഖദീജ പെണ്ണ്. ആരും കൊതിക്കണ പൂവാണ് നമ്മുടെ തെക്കേല പാത്തൂന്റെ മോളാണ്. ഒന്നാനാം നല്ലൊരിളങ്കവുങ്ങ് അങ്ങനെ ഇല വിരിഞ്ഞാടണ പാക്കവുങ്ങിൻ തല പൂത്ത പിന്നെ പൂവൊന്നും ഞമ്മൾ കാണൂല. നമ്മൾ കാണില്ല എന്ന് പറഞ്ഞതിന്റെ ഒരു മ്യൂസിക്കൽ വേർഷൻ നമ്മൾ കാണൂല. കൊള്ളാടാ മക്കളെ. നന്നായിരുന്നുടാ. ശ്രീഹരി എന്തോ നന്നായിട്ട് പാടിയടാ. താങ്ക് യു സർ. നല്ല സോങ് സെലക്ഷൻ. പക്ഷെ ഈ പറഞ്ഞ പോലെ കുറച്ച് സ്ലിപ്സും കാര്യങ്ങളൊക്കെ ഒരു ഷാർപ്പനിങ് ടെൻഡൻസി ഇങ്ങനെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ചില ഭാഗങ്ങളിൽ ഈ ക്ലാരിറ്റി, ഈ അനുപല്ലവിയുടെ ഫസ്റ്റ് ലൈൻ വിൺമാളികയിൽ വാഴുമ്പോഴും അതിനൊരു ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിപ്പം ശരത്തേട്ടൻ പാടിച്ചു.
കുഴപ്പമില്ലാതെ തന്നെ നീ പാടി. പിന്നെ ഈ വൃശ്ചികക്കാറ്റിൽ അത് മറ്റേ ഹൈ പോകുന്നുണ്ടല്ലോ, ഏറ്റവും സൂപ്പർ ഹൈ പോകുന്ന ഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ച് പോലെ, ഒരു സ്ട്രെയിൻ പോലെ ഒന്ന് ഫീൽ ചെയ്തു. ഓക്കെ, അതോസ് കുഴപ്പമില്ലാതെ തന്നെ പാടി കേട്ടോ ശ്രീഹരി. വലിയ അപകടം ഒന്നും പറ്റിയൊന്നുമില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഷാനിക്ക. ഹരിച്ചേട്ടാ? എനിക്ക് ഇതിൽ പിച്ച് ഔട്ടാണ് ഇതിലൊരു ഇന്നത്തെ വില്ലനായിരുന്നത് മോൻ്റെ. പക്ഷെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ശ്രീഹരിക്ക്. ശ്രീഹരി സോങ് സെലക്ഷൻ ആണെങ്കിലും പാടുന്നതാണെങ്കിലും കുറച്ചുകൂടി കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. എക്സ്പ്രഷൻസ് ഒക്കെ കുറച്ചുകൂടി രസമായിട്ട് കൺവേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചിട്ടാണ്. പിന്നെ ഈ പറഞ്ഞ ചില നോട്ട്സ് നീ അവിടെയൊക്കെ ആയിരുന്നു എനിക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത. പിന്നെ സംഗതിക്കൊക്കെ കുറച്ച് റഷ് ഉണ്ടായിരുന്നു. നമ്മൾ അത്രയും റഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്ര നേരമായി ഞാൻ അത്രയും സ്പീഡ് വേണ്ട. മായി ഞാൻ കാത്തു കാത്തു നിൽപ്പൂ ഒന്നിങ്ങു നോക്കുമോ വാർത്തിങ്കളെ. ഒരു കുറച്ചും കൂടി ഒരു സമാധാനം സിംഗിങ്ങിൽ ഉണ്ടായിരുന്നെങ്കിൽ മോനെ ജോൺസൺ മാഷിന്റെ എല്ലാ പാട്ടുകളും പോലെ ഒരു സമാധാനം കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ വിൺമാളി അതൊന്ന് പാടിക്കാൻ മോനെ. അത്രയും ബലം വേണ്ട. വിൺമാളികയിൽ മനസ്സിലായില്ലേ? എന്തിനാ ഇത്രയും ബലം പിടിക്കുന്നത്? എടാ കുറച്ചും കൂടി നീ സോഫ്റ്റ് ഫ്രീ ആയിട്ട് പഠിക്കോ. വിൺമാളികയിൽ അങ്ങനെ വിൺമാളികയിൽ വാഴുമ്പോഴും ദരേരാരേ പിന്നെ ആമ്പലിനോടു നീ ഇണങ്ങിയില്ലേ. ആ ഒരു ജെനുവിൻ എക്സ്പ്രഷൻസ് മിസ് ചെയ്തു. ഇപ്പൊ മോൻ പഠിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ ആമ്പലിനോടു നീ ഇത് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആക്കി പാടാം. ഇത്രയും നമ്മൾ സ്ട്രെസ് ഇങ്ങനെ പിടിച്ചു വെച്ച് പാടണമെന്നില്ല. അതെന്താണത്? ചന്ദ്രികയോളം വളരുമ്പോഴും രമണന്റെ കൂടെ ഇറങ്ങിയില്ലേ. ഈ രമണന്റെ കൂടെ എനിക്ക് മൊത്തത്തിൽ ഒരു ബലം പിടുത്തമുണ്ട് മോന്. അതിനി അടുത്ത എന്താ പറയുക, അടുത്ത റൗണ്ടിൽ മോൻ അതാണ് ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് എനിക്ക് പാടാം, കുറച്ചുകൂടി ഫ്രീ സിംഗിങ്, കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആക്കി. എന്നുവെച്ചാൽ ഭയങ്കര ഹസ്കി ആക്കാനല്ല പറയുന്നത്, ഒന്ന് ഫ്രീ ആവണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. നൈസ്. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഇനി മാർക്സ് ചോദിക്കാം. യെസ്. ശരത് സർ? ഞാൻ മാർക്ക് കുറയ്ക്കത്തില്ല മക്കളെ കേട്ടാ. ആ യെസ്. ഓക്കെ, ശരത് സാറിന്റെ മാർക്ക് ഇട്ടു. ഇനി ഷാനിക്ക. 8.5. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ? സെയിം 8.5. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ടോട്ടൽ 17 മാർക്സ്. സൂപ്പർ. ഇനി നമുക്ക് സെലിബ്രേഷൻ റൗണ്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ട് ശ്രീഹരി എന്താണ് പെർഫോം ചെയ്യാൻ പോണേന്ന്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.